ലോകം അധികമൊന്നും കണ്ടിട്ടില്ലാത്തവരാ എന്റെ അമ്മാവന്മാര്. റോസി ഒരു അന്യമതക്കാരിൽ ജനിച്ചാണെന്ന് അറിഞ്ഞാൽ അവർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ടാ സുരേന്ദ്രന്റെ അമ്മയുടെ കളിക്ക് ഞാനും കൂട്ടുന്നത്. ഞങ്ങളെ ശപിക്കരുത്. എന്നെ അനുഗ്രഹിക്കണം. മോനെ, ഒരു കൊലക്കുറ്റം പേര് ഇറക്കുന്നവനാ ഞാൻ. അതറിഞ്ഞുകൊണ്ട് എന്റെ മോളെ സ്വീകരിക്കാൻ വന്ന് നിന്നെ ശപിക്കാനോ? അമ്മാവൻ ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ? മോനങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ എന്നെ ഭാനു വിശ്വസിക്കുന്നു, എന്റെ മോനും. അമ്മാവൻ നിരപരാധിയാണെന്ന് കോടതി തെളിഞ്ഞല്ലേ? അമ്മുക്കുട്ടിയെ കൊന്നുതരാണെന്ന് തെളിഞ്ഞിട്ടില്ലല്ലോ. ഈ അമ്മുക്കുട്ടി ചെറിയമ്മ നിങ്ങളുടെ കൂടെ ആയിരുന്നോ താമസം? അതെ, ഭാനു എന്റെ കൂടെ പോന്നപ്പോ അമ്മുക്കുട്ടിയെ കൂടെ കൊണ്ടുവരേണ്ടി വന്നു. അതെന്താ? അത് കേസും വഴക്കുമായിട്ട് തകർന്ന ഒരു തറവാട്ടില് സമൻസ് നടത്താൻ പലതവണ പോയ കൂട്ടത്തില് ഭാനുമതിയെ പരിചയപ്പെട്ടു. വേണ്ടപ്പെട്ടവരെന്ന് പറയാൻ ആരും ഇല്ലാതെ അകന്ന ബന്ധത്തിലുള്ള ഒരു അമ്മാവന്റെ കൂടെ വേണ്ടത്ര ഭക്ഷണമോ സംരക്ഷണമോ ഇല്ലാതെ കഴിയായിരുന്നു കെട്ടുപ്രായം കഴിഞ്ഞ ഭാനുമതിയും 8 വയസ്സുകാരി അമ്മുക്കുട്ടിയും. ആ പരിചയം അകലാനാവാത്ത ബന്ധമായി മാറി. അപ്പൊ ഞാൻ ചോദിച്ചു കൂടെ പോരുന്നോന്ന്. ഭാനുമതി തയ്യാറായി. പക്ഷെ ഊമയായ കൊച്ചനിയത്തിയെ ആ ചുറ്റുപാടിൽ ഉപേക്ഷിച്ചിട്ട് വരാൻ അവിടെ മനസ്സനുവദിച്ചില്ല. കൂടപ്പിറപ്പുകളില്ലായിരുന്നു ഞാൻ ഒരു സഹോദരിയെ പോലെ കരുതി അമ്മുക്കുട്ടിയുടെ സംരക്ഷണം കൂടെ ഏറ്റെടുക്കുകയായിരുന്നു. പിന്നെങ്ങനെ ചെറിയമ്മ കൊല്ലപ്പെട്ടത്? ഭാനു സുരേന്ദ്രനെ പ്രസവിച്ചോടെ എനിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫറായി. പിന്നെ പല നാട്ടില് 10-11 കൊല്ലം. ഞാനും ഭാനു, ഞങ്ങളുടെ മോനും അമ്മുക്കുട്ടിയും. സന്തോഷകരമായിരുന്നു ആ കാലം. ഭാനുമതി വീണ്ടും ഗർഭിണിയായി. താക്കോലിങ്ങ ചെറുപ്പത്തിലേ ഉള്ള ഒരു ആഗ്രഹം സാധിച്ചു. ചെറുക്കര അമ്പലത്തിലെ ഉത്സവം. അമ്മയുള്ള കാലത്ത് കൂടെ പോയി കണ്ട നേരെ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അതെ അതെ അതെ, ഉത്സവങ്ങളും നേർച്ചകളും ധാരാളം വരാനുണ്ട് ഇനിയും. ഓരോ മാഞ്ഞാളും വന്നു പോകുമ്പോ എന്റെ പോക്കറ്റാ കാലിയാകുന്നതേ. എന്താ ഇച്ചായ ഇത്? ഞങ്ങൾക്ക് ഇച്ചായനല്ലാതെ മറ്റാരാ ഉള്ളത്? ഞാൻ വെറുതെ തമാശ പറഞ്ഞില്ല, നീ ഉടനെ അതങ്ങ് കാര്യമാക്കിയോ? വിശന്നിട്ടേ ആമാശം കരിഞ്ഞ് മണം വരുന്നു. വേഗം പോയി ചോറ് വിളമ്പിക്കേ. ഇച്ചായന്റെ ഒരു കാര്യം. വേഗം കൈകാലോ കഴിക്കേ. ഓ വേണം കഴിക്ക്. എനിക്കിതിന്റെ മണം സഹിച്ചൂടാ. ദൈവത്തെ ഓർത്ത് ഇതൊന്ന് നിർത്തിക്കൂടെ ചായ? നല്ല കാര്യായി. ഇതെന്റെ കൂടപ്പുറപ്പാ ഭാനു. എന്നെ മാമോസ മുക്കിയപ്പോഴേ ഈ നാക്കെ പുണ്യലത്തിന് പകരം വീഞ്ഞായിരിക്കും ഇറ്റിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ ചായ കേക്കില്ലല്ലേ? നിർത്തി. എന്റെ അപ്പൻ വാറ്റുകാരൻ താഴെപ്പറമ്പിൽ കറിയാണ് സത്യം. ദേ ഇതോടെ നിർത്തി. ദേ കേട്ടോ ഭാനു, നിന്റെ അനിയത്തിക്ക് ആ വളയങ്ങ് ഇഷ്ടപ്പെട്ടെന്ന്. അടിച്ച് നിന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ട് അമിണ്ടാ പ്രാണി ഉപദ്രവിക്കരുതെന്ന്. ഭാനുവേ, ഞാനിന്ന് വൈകിയേ വരും. ടൗണിൽ ഇത്തിരി സാധനങ്ങൾ മേടിക്കാനുണ്ട്. ക്രിസ്മസ് വരില്ലേ? ഓണത്തിന് എല്ലാവർക്കും എടുത്തല്ലേ ചായ? ഇനിയിപ്പോ വേണോ ചായ? പതിവൊന്നും മുടക്കണ്ട. നീ അന്നേ അമ്മൂന് എത്ര എടുത്ത പാവാടയ്ക്ക് തുണി? 3 മീറ്റർ. അമ്മുക്കുട്ടിക്കൊന്നും ഇപ്പൊ വേണ്ട. അവക്ക് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? മണ്ണിലും
എന്താ ഇച്ചായ ഇത്? ഭാനു, ഞങ്ങളെ തമ്പുരാൻ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നറിയോ? എന്റെ ഈ ശരീരം നിങ്ങൾക്ക് അപ്പവും എന്റെ രക്തം നിങ്ങൾക്ക് വീഞ്ഞുമാവുന്നു എന്നാ. അപ്പൊ ഒരു നസ്രാണിയായ ഞാൻ ക്രിസ്മസിന് 2 കവള് റമ്മെങ്കിലും കഴിച്ചില്ലെങ്കിൽ എന്ത് ക്രിസ്മസാ? കഴിച്ചോ. ഇച്ചൻ ഇന്നും കുടിച്ചിട്ടുണ്ടല്ലേ? ഇന്നലെ നിങ്ങളുടെ തമ്പുരാൻ കർത്താവിന് വേണ്ടി, ഇന്നോ? അതെ, നമ്മുടെ ആനന്ദപത്മനാഭന്റെ ട്രാൻസ്ഫർ, ഒരു ചെറിയ പാർട്ടി. നീ വിഷമിക്കണ്ട, ഞാൻ ഇത്തിരിയെ കഴിച്ചിട്ടുള്ളൂ. നേരാ, എന്റെ പുന്നാര പങ്കിളിയല്ലേ നീ. അല്ല, നാളെ എനിക്ക് ചെക്കപ്പിന് പോണ്ടേ? ഓ, പിണങ്ങിയോ? ഇതോടെ നിർത്തി. വെറുതെ ഇരിച്ചായ, എത്ര നാളായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. സത്യം, എന്റെ അപ്പൻ വാറ്റുകാരൻ താഴെ പറമ്പിൽ കറിയാണ്. ഇനി സത്യം ചെയ്യ. തെറ്റിച്ച ഞാനോ കുഞ്ഞോ രണ്ടാലൊന്ന്. സത്യം, ഇനി ഞാൻ കള്ളു കുടിച്ച് നിന്റെ മുമ്പിൽ വരില്ല. എന്റെ മുമ്പിൽ വരില്ലെന്ന് എന്നാലും നിർത്തിക്കൂടല്ലേ? ഞാൻ തോറ്റു. ആ, അതൊക്കെ പോട്ടെ. ഞാനേ ഒരു നല്ല സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. നിന്റെ നാട്ടിൽ നമുക്കൊരു വീട് വെക്കണ്ടേ? നമുക്കതിന് സാധിക്കൂ ചായ? ഒക്കെ സാധിക്കും. എന്റെ റോസിമോള് ഐശ്വര്യമുള്ളോളാ. എന്ത് മോള്? റോസിമോള്. അപ്പോഴേക്ക് ചായ പേരിട്ടു. പെൺകുട്ടിയാണെന്ന് എന്താ ഉറപ്പ്? നീ നോക്കിയോ, ഇത് പെണ്ണ് തന്നെ. പേര് റോസിമോള്. വീടിന്റെ പേര് റോസ് കോട്ടേജ് അഥവാ റോസി വില്ല. നിന്റെ ഇഷ്ടം പോലെ. ഈ ഇച്ചായന്റെ ഓരോരോ കാര്യങ്ങള്. ആ, നാളെ ചെക്കപ്പ്. ഇച്ചാന് ലീവ് കിട്ടോ? പ്രയാസ. നിനക്ക് മോനെ കൂട്ടി പോലോ, അവന് നാളെ സ്കൂളില്ല. പോവാം, അമ്മൂനെ ഇവിടെ തനിച്ചാക്കി. ഓ, അനി ഞാൻ അടുത്ത സ്റ്റേഷനിലുണ്ടല്ലോ. ആ, നോക്കട്ടെ. ഇച്ചായനൊന്ന് ഡ്യൂട്ടി നേരത്തെ കഴിഞ്ഞോ? ഒന്നും പറയണ്ട, വയറിന് നല്ല സുഖം തോന്നില്ല. അപ്പൊ ഒന്ന് ബാത്റൂമിൽ പോകാൻ തിരിച്ചു വന്നാ. അതിനവിടെ സൗകര്യല്ലേ? വൃത്തികേട്, അതിനകത്ത് മനുഷ്യൻ കയറൂ. നിന്റെ ചെക്കപ്പെല്ലാം കഴിഞ്ഞോ? ഓ, എന്നിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പോട്ടെ. അമ്മേ, അമ്മക്കുട്ടി ചെറിയമ്മ അവിടെ. എന്താ അവൾക്ക്? താഴത്തെ വീണ്ടും നടക്കണു. അയ്യോ, ഇതാ വരുന്നു. അപ്പോ ആരായിരിക്കാം ചെറിയമ്മയെ കൊന്നത്? അറിയില്ല. എന്റെ ഭാര്യയും മകനും പറയുന്നത് ഞാനാണെന്നാ. അവരെനിക്കെതിരെ കോടതി സാക്ഷി പറഞ്ഞു. അതുകൊണ്ടാ കീഴ്ക്കോടതി ശിക്ഷിച്ചത്. എന്റെ റോസിമോളെ കോരിയെടുത്ത് ഉമ്മ വെക്കാനോ താലോലിക്കാനോ എന്തിനു നേരെ ചുവന്ന് കാണാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. അമ്മാവൻ വിഷമിക്കാതെ, ഞാൻ റോസിയെ കല്യാണം കഴിക്കാൻ പോവല്ലേ. ഞാൻ അവളെ അമ്മാവന്റെ മുമ്പിൽ കൊണ്ടു തരാം. ആരുടെ എതിർപ്പില്ലാതെ അമ്മാവൻ കൊതി തീരും വരെ താലോലിച്ചു പോരെ? മോനെ,